ബേസിക്കലി നമുക്ക് ഏരിയ യൂസിങ് ക്രോസ് സെക്ഷൻ ചെയ്യുമ്പം നമ്മൾ എക്സ് ആക്സിസിലാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇപ്പം ഡിസ്ക് മെത്തേഡ് ആണെങ്കിലും അതെ വാഷർ മെത്തേഡ് ആണെങ്കിലും അതെ എക്സ് ആക്സിസിലാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആർ ഓഫ് എക്സ് കാണാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ റിവോൾവ് ചെയ്യുന്ന ഇതുമായിട്ട് ഉള്ള ആ ഡിസ്റ്റൻസ് നമ്മൾ ഡിസ്ക് മെത്തേഡ് ആണെങ്കിൽ ഇപ്പോൾ ഇതാണ് നമ്മൾ റിവോൾവ് ചെയ്യുന്നതെങ്കിൽ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ, എക്സ് ആക്സിസുമായിട്ടുള്ള ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ്. കേർവിൽ നിന്ന് എക്സ് ആക്സിലോട്ടുള്ള ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് സ്മോൾ നമ്മുടെ ആർ ഓഫ് എക്സ് ആയിട്ട് വരുന്നത്. ഇനി അതിന് പകരം നമ്മൾ ഡിസ്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇത് വാഷർ മെത്തേഡാണെന്ന് വിചാരിക്കുക. വാഷർ മെത്തേഡ് ആണെങ്കിലോ ഇപ്പോൾ സപ്പോസ് ഈ ഇതിൻ്റെ ഇടയ്ക്കത്തെ ആ ഒരു പോർഷൻ, ഈ ഒരു പോർഷനാണ് നമ്മൾ റിവോൾവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെയാണെങ്കിൽ നമ്മൾ എന്താ, ഈ എക്സ് ആക്സിസ്, അതായത് നമ്മളൊരു എക്സ് ആക്സിസിലാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ എക്സ് ആക്സിസിന് വരച്ചാൽ അതിൻ്റെ ആദ്യത്തെ ഈ ഒരു ഡിസ്റ്റൻസ് സ്മോൾ ആർ ഓഫ് എക്സും ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ക്യാപിറ്റൽ ആർ ഓഫ് എക്സും എടുക്കും. ഇനി നമുക്ക് റെവല്യൂഷൻ എബൌട്ട് ദ വൈ ആക്സിസും സിമിലർ ആണ്. ഡിസ്ക് മെത്തേഡിൽ നമ്മൾ വൈ ആക്സിസ് റിവോൾവ് ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ, വൈ ആക്സിസ് റിവോൾവ് ചെയ്യുമ്പം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക. എക്സ് ആക്സിസ് റിവോൾവ് ചെയ്യുമ്പം എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു, വൈ ആക്സിസ് റിവോൾവ് ചെയ്യുമ്പം വൈ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. വൈ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ആർ ഓഫ് വൈ ആയിട്ട് വരുന്നത്. ഇനി സപ്പോസ് ഇവിടെ ഡിസ്ക് നമ്മുടെ വാഷർ മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിച്ചേ. അപ്പം ഇവിടെ ഇത് സ്മോൾ ആർ ഓഫ് എക്സും വരും, ഇത് നമ്മുടെ ക്യാപിറ്റൽ ആർ ഓഫ് വൈ, ഇത് ആർ ഓഫ് വൈ, ഇത് ക്യാപിറ്റൽ ആർ ഓഫ് വൈ വരും. അപ്പം ഡിസ്ക് മെത്തേഡ് ആണെങ്കിലും വാഷർ മെത്തേഡ് ആണെങ്കിലും ഓർക്കേണ്ട കാര്യം എന്താ, എക്സ് ആക്സിസിലാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ, വൈ ആക്സിസിലാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. നമ്മുടെ വൈ ആക്സിസിലെ റെവല്യൂഷൻ്റെ ഫോമിൽ നമ്മൾ എഴുതിയില്ല, ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. സിമിലർ ആണെന്നും പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. നോട്ട് ടു ഫൈൻഡ് ദ വോളിയം ഓഫ് എ സോളിഡ്, to find the volume of a solid formed by revolving a region about the y axis to find the volume of the solid formed by revolving a region about the y-axis, we use the same procedure as above. ഫസ്റ്റ് സെൻറ്റൻസ് അതാണ്. ടു ഫൈൻഡ് ദ വോളിയം ഓഫ് എ സോളിഡ് ഫോംഡ് ബൈ റിവോൾവിംഗ് എ റീജിയൻ എബൌട്ട് ദ വൈ ആക്സിസ് വി യൂസ് ദ സെയിം പ്രൊസീജിയർ ആസ് എബവ് ബട്ട് ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻസ്റ്റെഡ് ഓഫ് എക്സ്. ബട്ട് സെയിം പ്രൊസീജിയർ ആസ് എബവ് ബട്ട് ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻസ്റ്റെഡ് ഓഫ് എക്സ്. അതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻസ്റ്റെഡ് ഓഫ് എക്സ്. ഒന്നും കൂടെ പറയാം. ടു ഫൈൻഡ് ദ വോളിയം ഓഫ് എ സോളിഡ് ഫോംഡ് ബൈ റിവോൾവിംഗ് എ റീജിയൻ എബൌട്ട് ദ വൈ ആക്സിസ് വി യൂസ് ദ സെയിം പ്രൊസീജിയർ ആസ് എബവ് ബട്ട് ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻസ്റ്റെഡ് ഓഫ് എക്സ്. Integrate with respect to y instead of x. In this situation, the line segment sweeping out SWWE. In this situation, the line segment sweeping out a typical washer is perpendicular to the y-axis.
In this situation, the line segment sweeping out a typical washer is perpendicular to the y-axis. y-axisന് പെർപെൻഡിക്കുലറാണ്. y-axis എന്ന് പറയുന്നത് നമ്മുടെ ആക്സിസ് ഓഫ് റെവല്യൂഷൻ. ബ്രാക്കറ്റ് y-axis എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ദ ആക്സിസ് ഓഫ് റെവല്യൂഷൻ എഴുതണേ. y-axis ബ്രാക്കറ്റിൽ ദ ആക്സിസ് ഓഫ് റെവല്യൂഷൻ. In this situation, the line segment sweeping out a typical washer is perpendicular to the y-axis, ബ്രാക്കറ്റിൽ ദ ആക്സിസ് ഓഫ് റെവല്യൂഷൻ, കോമ, and the outer and inner radii of washer are functions of y. The outer and inner radii of the washer are functions of y. ഒന്നും കൂടെ പറയാം. In this situation, the line segment sweeping out a typical washer is perpendicular to the y-axis and the outer and inner radii of the washer are functions of y. അപ്പോൾ നമ്മൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. y-ആക്സിസിലാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ y-ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം നമ്മൾ റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട്. x-ആക്സിസിലാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ x-ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് റേഡിയസ് കിട്ടും. അപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിക്കോ. 15th question. The region bounded by the parabola y equal to x square. The region bounded by the parabola y equal to x square. The region bounded by the parabola y equal to x square and the line y equal to 2x. Y equal to 2x. In the first quadrant, the region bounded by the parabola y equal to x square and the line y equal to 2x in the first quadrant is revolved about the y-axis to generate a solid. Is revolved about the y-axis to generate a solid. Find the volume of the solid. Find the volume of the solid. അപ്പോൾ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു എക്സ് സ്ക്വയറും y ഈക്വൽ ടു 2x ഫസ്റ്റ് ക്വാർട്ടറിൽ അതിൻ്റെ ഇടയ്ക്കത്തെ പോർഷനെ നമ്മൾ y ആക്സിസിലാണ് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ ആദ്യം എന്താ വേണ്ടത്, നമുക്ക് പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കണം. അപ്പം ടു ഫൈൻഡ് ദ പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ ഇരിക്കും. ടു ഫൈൻഡ് ദ പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ equating y we have x square equal to 2x implies x square minus 2x equal to 0, x into x minus 2 equal to 0. x equal to 0, x equal to 2. To find the points of intersection, equate y equate ചെയ്യുമ്പം x square equal to 2x. അപ്പോൾ ഇവിടെ എക്സ് ക്യാൻസൽ ചെയ്ത് നമുക്ക് എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് കിട്ടിയത്. അതുകൊണ്ട് എപ്പോഴും എക്സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി നമ്മൾ കോമൺ ടേംസ് പുറത്തെടുത്താൽ നമുക്ക് എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു 2ഉം കിട്ടും. വെൻ എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0. വെൻ എക്സ് ഈക്വൽ ടു 2 ഏതിൻ്റെ അകത്ത് കൊടുത്താലും 2, ഇവിടെ 2 സ്ക്വയർ, ഇവിടെ 2 × 2 4, വൈ ഈക്വൽ ടു 4. Therefore 0, 0 and 2, 4 are the points of intersection. നമ്മുടെ ലൈൻ്റെയും കർവിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻസ് എന്ന് പറയുന്നത് 0, 0യും 2, 4 ഇത്ര എഴുതണേ. അപ്പോൾ നമ്മൾ പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിച്ചു. ദ പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ ആർ 0, 0 and 2, 4. അപ്പം പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടി. 0, 0യും 2, 4ഉം. ഇനി നമ്മൾ ഫിഗർ വരയ്ക്കണം. y ഈക്വൽ ടു 2x. അപ്പോൾ 0, 0യെ 1, 2, 1, 2, 3, 4. അപ്പോൾ ഇവിടെ വരുമ്പം 2, 4. അപ്പോൾ നമ്മുടെ പരാബോള എന്ന് പറയുന്നത് ഇങ്ങനെ വരും. y ഈക്വൽ ടു 2x എന്നുള്ള ലൈൻ ഇത് വരും.
ഇത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇത് y ഈക്വൽ ടു 2x. ഇതിനെ നമ്മൾ y ആക്സിസ് റിവോൾവ് ചെയ്യുക. y ആക്സിസ് റിവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ നമ്മൾ ഷെയ്ഡ് ചെയ്യുവാണെങ്കിൽ ഈ ഇത്രയും പോർഷനെയാണ് നമ്മൾ റിവോൾവ് ചെയ്യിപ്പിക്കുന്നത്. ഒരു പോർഷനാണ് റിവോൾവ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ റേഡിയസ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇത് ഇവിടം വരെയുള്ളത് സ്മോൾ ആർ ഓഫ് എക്സും ഇവിടം വരെയുള്ളത് ക്യാപിറ്റൽ ആർ ഓഫ് എക്സും കിട്ടും. അപ്പോൾ ഇതൊരു ഫിഗർ വരച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ഫിഗറും കൂടെ വരയ്ക്കാം. നമ്മുടെ സർക്കുലർ ഡിസ്കിന് ആക്ച്വലി എന്താ ഇത്രയും പോർഷനെ നമുക്ക് ഏരിയ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ ആർ വൈയും ഇതെന്ന് പറയുന്ന ക്യാപിറ്റൽ ആർ വൈയുമാണ്. ഈ ഫിഗർ ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഈ ഫിഗർ വരയ്ക്കാം. ഞാൻ ഷെയ്ഡ് ചെയ്യാതെ വരയ്ക്കാനായിട്ടാണ്. ഷെയ്ഡ് ചെയ്താൽ പിന്നെ എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇത് 2 4, ഈ പോയിൻ്റ് 2 4, ഇത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇത് y ഈക്വൽ ടു 2x. അപ്പം ഇത് നമ്മുടെ സ്മോൾ ആർ ഓഫ് വൈ ഒന്ന് മാർക്ക് ചെയ്യണേ. ഇത് ഇവിടം വരെയുള്ളത് സ്മോൾ ആർ ഓഫ് വൈയും ഇതെന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ഓഫ് വൈയുമാണ്. അപ്പോൾ സ്മോൾ ആർ വൈ എന്ന് പറയുന്നത് നമുക്കെങ്ങനെ കിട്ടും? ഇവിടുത്തെ എക്സിൻ്റെ ഈ ലൈനിലെ എക്സിൻ്റെ വാല്യൂ അല്ലേ എക്സ് ആണ്. അതെന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള എക്സ് എന്ന് പറയുന്ന ഈ കേർവിലെ എക്സിൻ്റെ വാല്യൂവാണ്. അപ്പോൾ ഇത് y ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? y/2 ആയിരിക്കും. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, അത് ഓർത്തോണേ. നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു 2x ആണ്. y ഈക്വൽ ടു 2xൽ നിന്ന് എക്സ് എന്ന് പറയുന്നത് y/2 നമുക്ക് കിട്ടും. അപ്പോൾ സ്മോൾ ആർ ഓഫ് വൈ എന്ന് പറയുന്നത് നമുക്ക് y/2 കിട്ടി. ഇനി ക്യാപിറ്റൽ ആർ ഓഫ് വൈ, അവിടെ നമുക്ക് ഇക്വേഷൻ ഇതാണ്. ക്യാപിറ്റൽ ആർ ഓഫ് വൈ അവിടെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പം എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് വൈ ആയിരിക്കും. റൂട്ട് വൈ വരും. therefore a of y is equal to pi into ry the whole square minus small ry the whole square, which is equal to pi into root y square minus y/2 square എന്ന് വരും. root y square minus y/2 square, which is equal to pi into root y എന്ന് പറയുമ്പം root y square y minus y square by 4. ഇതാണ് y മൈനസ് വൈ സ്ക്വയർ ബൈ 4 വേണം. ഇനി നമുക്ക് റേഞ്ച് വേണം. നമ്മുടെ റേഞ്ച് വൈഡ് റേഞ്ച് അല്ലേ വേണ്ടത്? ഹിയർ പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ 0 0യും 2 4ഉം. അപ്പോൾ നമ്മുടെ റേഞ്ച് എന്താ? വൈഡ് റേഞ്ച് എന്ന് പറയുന്നത് 0 to 4 ആണ്. ഹിയർ y വേരീസ് ഫ്രം 0 to 4. അത് ക്ലിയർ അല്ലേ? 0 0യും 2 4ഉം ആണ്. അപ്പോൾ വൈയുടെ വേരിയേഷൻ എന്ന് പറയുന്നത് 0 to 4 ആണ്. therefore volume is equal to integral 0 to 4 pi capital ry square minus small ry square. പൈ നമുക്ക് പുറത്തെടുക്കാം. ഈക്വൽ ടു പൈ ഇൻ്റഗ്രൽ 0 to 4. നമ്മളത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് y മൈനസ് വൈ സ്ക്വയർ ബൈ 4 ആണ്. y മൈനസ് വൈ സ്ക്വയർ ബൈ 4 dy വരും. y മൈനസ് വൈ സ്ക്വയർ ബൈ 4 dy. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസർ ആകും. സോ ദിസ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു വൈയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ബൈ 2, വൈ സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y³ ബൈ 3, ഒരു 4ഉം കൂടെ ഉണ്ട്. അപ്പോൾ 3 into 4 വരും. റേഞ്ച് 0 to 4. പൈ ഇൻറ്റു റേഞ്ച് 4 കൊടുക്കുമ്പോൾ 4² ബൈ 2 മൈനസ്
4³ ഇൻറ്റു 3 ഇൻറ്റു 4 -0 എന്ന് വരും. 16/2 8 -4³ 4 എന്ന് പറയുമ്പം 4² 16/3. LC എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് ആൻസർ ആകും 8 3s are 24. 24 -16/3. 24 - 16 എന്ന് പറയുമ്പം 8. അപ്പം അത് 8π/3 ആണ് ഫൈനൽ ആൻസർ വരുന്നത്. ഈക്വൽ ടു 8π/3.